ഈ കായികമേളയുടെ ഭംഗി എന്ന് പറയുന്നത് അത് ഇൻക്ലൂസീവ് സ്പോർട്സ് ആയത് തന്നെയാണല്ലേ. ഞങ്ങൾ കൂടെയുണ്ടെന്ന് പ്രതിസന്ധികളെ മറികടക്കുന്ന കൊച്ചു മിടുക്കരോട് നമ്മളെല്ലാം ഒരുമിച്ച് പറയുന്ന ഒരു നിമിഷം എന്ന് തന്നെ പറയാമല്ലേ. ഓരോ കുട്ടികളും ഒരുപാട് ജീവിതങ്ങൾ, ഓരോ കുട്ടികളിലും ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് കരുതലാകുന്ന അധ്യാപകരെ കാണാം. എല്ലാത്തിനും അപ്പുറം തുണയായി എപ്പോഴും കൂടെ നിൽക്കുന്ന രക്ഷിതാക്കളെയും ഒക്കെ നമുക്ക് ആ കായികമേളയിൽ പോകുമ്പോൾ അവിടെ കാണാൻ സാധിക്കുമെന്നതാണ്. ആകാശത്ത് പെയ്തൊഴിയാൻ കത്തുനിന്ന കാർമേഘത്തെ വെയിൽ വന്ന് നീക്കിയിരുന്നു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ട്രാക്കുകളിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങൾ ആരും ജീവിതത്തിലും പരാജയപ്പെടില്ല. പാലക്കാടിന്റെ ആദർശ് മത്സരിച്ചത് എതിരാളികളോട് മാത്രമല്ല, പരിമിതമായ സാഹചര്യങ്ങളോട് കൂടിയാണ്. എന്നോട് എപ്പോഴും പറയും, അമ്മ ഇനി ഞാൻ കാരണം അമ്മ സങ്കടപ്പെടേണ്ടി വരില്ല, കാരണം അത്രയും അമ്മ കരഞ്ഞതല്ലേ. ഭയങ്കര സങ്കടമാണ്, ഞാൻ എൻ്റെ കണ്ണിന്ന് വെള്ളം പൊട്ടിയാലൊക്കെ ഭയങ്കര സങ്കടമാണ്. കരുതലായും കൂട്ടായും അമ്മ പ്രിയയുണ്ട് കൂടെ. അവന് റെറ്റിനോബ്ലാസ്റ്റോമ ഐ ക്യാൻസർ ആയിരുന്നു. 2.5 വയസ്സിലാണ് കണ്ടത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4-5 കൊല്ലം ആശുപത്രിയിൽ തന്നെയായിരുന്നു. പിന്നെ 16 കീമോളം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ബ്രെയിനിന് ബാധിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഐ റിമൂവ് ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടത്. ജീവിതത്തോട് മല്ലിട്ട് പൊരുതി ജീവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെ കണ്ടു. കരുതലായും കൂട്ടായും നിൽക്കുന്ന ടീച്ചർമാരെയും. നമുക്ക് ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടാവാറില്ല. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവരെ പോറ്റി കൊണ്ടുവരുന്ന അമ്മമാർക്കും അവരെ നോക്കി വളർത്തുന്ന അച്ഛനും അമ്മമാർക്കുമാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത്. അവൻ്റെ കൂടെ എല്ലാ സ്പോർട്സിൻ്റെ എല്ലാ പരിപാടിക്കും ഞാൻ കൂടെ എപ്പോഴും യാത്ര ചെയ്യുകയും ഇന്ന് തന്നെ വെളുപ്പിനെ വന്നതാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഇവൻ്റ് കാണാൻ വേണ്ടിയിട്ട്. പങ്കെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതാണ് ഫസ്റ്റ്. സമ്മാനം എന്നുള്ളത് സെക്കൻഡറി ആണ്. അത് പങ്കെടുക്കാൻ കഴിഞ്ഞതില്ല. അവിശ്വസനീയമായ പ്രകടനങ്ങളാണ് ഓരോ വിദ്യാർത്ഥിയും നടത്തുന്നത്. അവർക്ക് പിന്നിൽ പരകോടി പ്രാർത്ഥനകളുണ്ട്. പരിമിതികളെയും പ്രതിസന്ധികളെയും അവരിനിയും പൊരുതി തോൽപ്പിക്കും. ഇനിയും വേദികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്യാംകുമാറിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അവിടുത്തെ അതിമനോഹര കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിച്ച സോണൽ കൃഷ്ണ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സോണൽ, ഈ ഒരു സ്റ്റോറി കാണുമ്പോൾ ശരിക്കും സങ്കടം, സന്തോഷം, അഭിമാനമൊക്കെ ഒരുമിച്ച് തോന്നുന്ന ഒരു നിമിഷമാണ്. സോണൽ അവിടെ നേരിട്ട് കണ്ടതാണ് ഈ കാഴ്ചകളൊക്കെ. കൂടുതൽ അനുഭവങ്ങൾ പറയും. 67ാമത് സ്കൂൾ കായികമേളയിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് അത് ഇൻക്ലൂസീവ് സ്പോർട്സ് തന്നെയാവും. കഴിഞ്ഞ ദിവസം അനന്തപുരിയിൽ ഒരുപാട് കുട്ടികൾ ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ എത്തുകയുണ്ടായി. പല ഇനങ്ങളിലായി മത്സരിക്കുകയുണ്ടായി. നമ്മളെയൊക്കെ കണ്ണു നിറയ്ക്കുന്ന ഒരുപാട് കാഴ്ചകളാണ് നമ്മളവിടെ കണ്ടത്. പ്രതിസന്ധികളോടൊക്കെ പൊരുതുന്ന ഒരുപാട് അമ്മമാരെ കണ്ടു. കുട്ടികളെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന അധ്യാപകരെ കണ്ടു. അതിൽ കൂടുതൽ ആ കുട്ടികൾ തമ്മിൽ സംസാരിച്ച് അവർക്ക് പുതിയൊരു പരിചയം അത് ഇവിടെ നിന്ന് ലഭിച്ചു. ഇത്തരം ഇനങ്ങളിലൂടെ, ഇത്തരം അവസരങ്ങളിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതിലേറ്റവും കൂടുതൽ നമ്മളെ കണ്ണു നനയിച്ച ഒരു സംഭവമുണ്ട്. അത് ആദർശിൻ്റെയും, പാലക്കാട് നിന്നെത്തിയ ആദർശിൻ്റെ അമ്മ പ്രിയയുടെയുമാണ്. ആ കഥ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കുറച്ച് പേരായിട്ട് അവർ മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ മകനെ വളർത്തിക്കൊണ്ടുവന്നത്. അമ്മയുടെ കണ്ണീര് ഇനി കാണേണ്ടി വരില്ല എന്ന് ആ മകൻ പറയുന്നു. അവന് തീർച്ചയായും ആ വാക്കുകളൊക്കെ തന്നെയാണല്ലേ ആ അമ്മയ്ക്ക് ഇതിലും വലുതായിട്ട് എന്താണ് കിട്ടാനല്ലേ. അങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഈ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന അവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കുകയാണ്.